ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം ബിഷപ്പ് ഹൌസിന് മുന്നിൽ പ്രതിഷേധവുമായി വിശ്വാസികൾ. സിറോ മലബാർ സഭയിലെ ഔദ്യോഗിക വിഭാഗമാണ് പ്രതിഷേധിക്കുന്നത്. മാർപ്പാപ്പയുടെ നിർദ്ദേശം അംഗീകരിക്കാത്ത ബോസ്കോ പുത്തൂർ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്നും പിന്മാറണമെന്നാണ് ആവശ്യം. സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്നതുവരെ എറണാകുളം സെയിന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്ക തുറക്കില്ലെന്ന് അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചതിന് പിന്നാലെയാണ് പ്രതിഷേധം. 21-ാം തീയതി പബ്ലിഷ് ചെയ്ത സർക്കുലർ, ഒപ്പിട്ട സർക്കുലർ എന്തുകൊണ്ട് ഇന്നലെ വൈകുന്നേരം പുറത്തിറങ്ങി? രണ്ട് ദിവസം എന്തിനു ഇവർ പൂഴ്ത്തിവെച്ചു? സിറിൽ പിതാവ് പോകുന്ന സമയം വരെ ഈ സർക്കുലർ പുറത്തുവിട്ടില്ല. സിറിൽ പിതാവ് പോയതിനു ശേഷം വൈകുന്നേരം പുറത്തുവിട്ടു. അതെന്തിനു വേണ്ടി? ആളുകളെ ഇത്തരത്തിൽ മണ്ടന്മാരാക്കുന്ന എന്തിനു വേണ്ടി? അപ്പോൾ ഇതിന്റെ പിന്നിൽ വ്യക്തമായ അജണ്ടകളുണ്ട്. ഇവിടുത്തെ ബോസ്കോ പുത്തൂർ പിതാവിനെ ഇമ്മീഡിയറ്റ് മാർപ്പാപ്പ എത്രയും വേഗം മാറ്റി സഭയെ അനുസരിക്കുന്ന പുതിയ അഡ്മിനിസ്ട്രേറ്ററെ, ഒരാൾക്ക് പോലും വഴങ്ങാത്തൊരു അഡ്മിനിസ്ട്രേറ്ററെ ഈ സഭ നന്നാക്കാൻ വേണ്ടി എത്രയും വേഗം ഇവിടെ നിയോഗിക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ഈ പറയുന്ന ഭൂതവേലി അച്ഛന് കുർബാന ചെല്ലാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടത് ഇവിടുത്തെ കൂരിയായും ഇവിടുത്തെ സിനഡുമാണ്. ആ സിനഡ് അംഗീകരിച്ച കുർബാന ചെല്ലാനായിട്ട് സന്നദ്ധനായ ഒരു അച്ഛന് ഇത്രമേൽ ഒരു വർഷത്തിലധികം പീഡിപ്പിക്കാൻ മാത്രം അദ്ദേഹം ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിനോട് കാണിക്കുന്ന ഈ അനീതിക്ക് ഈ പറയുന്ന കൂരിയ ഉത്തരവാദികളാണ്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വേദന കേൾക്കാനായിട്ട് ആരുമില്ല. ഇപ്പൊ ഞങ്ങൾക്കുണ്ടായിരുന്ന വലിയ പിതാവ് രാജിവെച്ചു പോയി, ഞങ്ങൾക്കുണ്ടായിരുന്ന മുന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ രാജിവെച്ചു പോയി. ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ തീർത്തും വിമതരുടെ പിടിയിൽ തന്നെയാണ്. ഇത് നിസ്സഹായരായിട്ട് നിൽക്കുന്ന ഞങ്ങളുടെ വേദനയായിട്ട് നിങ്ങൾ കണക്കാക്കുക. നവമി വിവരങ്ങൾ പങ്കുവെക്കും. നവമി, ഈ നേരത്തെ മാർപ്പാപ്പയുടെ ഒക്കെ ചില കൽപ്പനകൾ ഉണ്ടായിരുന്നു, നിർദ്ദേശങ്ങളുണ്ടായിരുന്നു വത്തിക്കാനിൽ നിന്ന് അനുരഞ്ജനത്തിന്റെ ഭാഗമായി. പക്ഷെ അതൊന്നും ഈ ചില ശ്രമങ്ങൾ ഉണ്ടായി അനുരഞ്ജനത്തിലെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നടപ്പിലാകുന്നില്ല എന്നുള്ളതാണോ ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ തെളിയിക്കുന്നത്? സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. നവമിയുടെ ശബ്ദം അത്ര വ്യക്തമല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഇപ്പോഴും വിശ്വാസികൾ അവിടെ പ്രതിഷേധിക്കുന്നുണ്ട്. മാർപ്പാപ്പയുടെ കൽപ്പനകൾ അത് നടപ്പിലാക്കണം, വത്തിക്കാൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണം എന്നുള്ളതാണ് വിശ്വാസികളുടെ ആവശ്യമെന്നാണ് മനസ്സിലാകുന്നത്. ഒരു സമാധാന ശ്രമമൊക്കെ ഉണ്ടായിരുന്നു. അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്ക് കുർബാന തർക്കം വന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നു. നവമിയെ തുടരാം. രഞ്ജിത്ത്, ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന ആവശ്യവുമായി സെന്റ് മേരീസ് ബസലിക്ക അടഞ്ഞുകിടന്നിട്ട് ഏകദേശം ഒരു വർഷമാകുന്നു. ഇവിടെ അതിനുശേഷം പലതരത്തിലുള്ള ചർച്ചകളും സമവായ ചർച്ചകളും ഒപ്പം തന്നെ പ്രതിഷേധങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിലായി മാർപ്പാപ്പയുടെ നിർദ്ദേശം അനുസരിച്ച് ക്രിസ്മസ് ദിനത്തിൽ, അതായത് ഇന്ന് വൈകുന്നേരം, അതായത് പാതിരാ കുർബാനയ്ക്ക് അത് ഏകീകൃത കുർബാന തന്നെ നടപ്പാക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം പുതിയ അഡ്മിനിസ്ട്രേറ്ററായ ബോസ്കോ പുത്തൂറിന് നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പള്ളിയിൽ, ബസലിക്ക പള്ളിയിൽ ഏകീകൃത കുർബാന അർപ്പിക്കുമെന്നൊരു നിർദ്ദേശം വിശ്വാസികൾക്കടക്കം നൽകുകയും ചെയ്തു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ വന്ന നിർദ്ദേശം അനുസരിച്ച്, അതായത് ഈ ബോസ്കോ പുത്തൂറിന്റെ തന്നെ നിർദ്ദേശം അനുസരിച്ച് പള്ളികളിൽ ഈ ഇത്തരത്തിലുള്ള കുർബാന, ഏകീകൃത കുർബാന നടപ്പാക്കില്ല. കാരണം പള്ളിയിൽ ഒരു വിമതരുടെ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. സമാധാന അന്തരീക്ഷം, പള്ളിയുടെ സമാധാന അന്തരീക്ഷം തകർക്കാതിരിക്കാൻ ഇന്ന് കുർബാന അർപ്പിക്കില്ല, പള്ളി അടഞ്ഞു തന്നെ കിടക്കുമെന്നൊരു നിർദ്ദേശം, വാർത്താക്കുറിപ്പ് അല്പസമയത്തിന് മുൻപ് വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതിഷേധവുമായി വിശ്വാസികളുടെ ഔദ്യോഗിക പക്ഷം ഇപ്പോൾ ബിഷപ്പ് ഹൌസിന് മുന്നിൽ പ്രതിഷേധം നടത്തുന്നത്. ഇവർ ആവശ്യപ്പെടുന്നത് മാർപ്പാപ്പയുടെ നിർദ്ദേശം അനുസരിച്ച് കൊണ്ട് എന്തുകൊണ്ടാണ് ഈ ഏകീകൃത കുർബാന നടപ്പാക്കാത്തത്? അത് മാർപ്പാപ്പയ്ക്കെതിരായുള്ള ഒരു പ്രവൃത്തിയല്ലേ? അഡ്മിനിസ്ട്രേറ്റർ വിമതരുടെ പിടിയിലാണ്. അതുകൊണ്ട് എത്രയും വേഗം ഈ നടപടി പിൻവലിച്ച് ഇന്ന് തന്നെ മാർപ്പാപ്പയുടെ നിർദ്ദേശം അനുസരിച്ച് ഇന്ന് തന്നെ കുർബാന അർപ്പിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. രാവിലെ 10 മണിയോടുകൂടി അഡ്മിനിസ്ട്രേറ്ററെ കാണാനായി ഇവിടെ എത്തിയെങ്കിലും അദ്ദേഹം ഇവിടെ ഇല്ല, പിതാവ് ഇവിടുന്ന് പോയിരിക്കുന്നു. പക്ഷെ ഇവർ നിരന്തരം ഫോൺ വിളിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരേക്കും ഇവർക്ക് യാതൊരുവിധ നിർദ്ദേശവും നൽകിയിട്ടില്ല. നമുക്ക് വിശ്വാസികളോട് തന്നെ ചോദിക്കാം, ചേട്ടാ, ഇപ്പൊ എന്താണ് നിങ്ങളുടെ? ഇതൊരു പൈശാചിക നിലയമാണെന്നാണ് എന്റെ അഭിപ്രായം. കാരണം അനേകം പിതാക്കന്മാർ ഇവിടെ വേദനിച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന പടിയറ പിതാവ് തുടങ്ങി
അതിനുശേഷം വന്ന വർക്കി പിതാവ് എന്തിനു വേണ്ടിയാണ് 1991 ഒരു സഭയിലെ സമന്വയത്തിന് കുർബാന കൊണ്ടുവന്നത്? 50% എന്നുള്ള കുർബാന. ഇപ്പോൾ സിനഡിന്റെ കുർബാനയും ജനാഭിമുഖം തന്നെയാണ് പകുതിയോളം. അപ്പൊ 50% കൊണ്ടുവന്നത് എറണാകുളത്തെ അച്ഛന്മാരുടെ സമ്മർദ്ദത്തിന് വേണ്ടി അദ്ദേഹം കെഞ്ചി. ആരോട്? ചങ്ങനാശ്ശേരി തുടങ്ങിയുള്ളവരോട്. അങ്ങ് പൂർണ്ണമായിട്ട് അൽത്താവിമുഖമായിട്ടുള്ള ഈ സഭയുടെ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ജനങ്ങള് ഒന്നാകട്ടെ, സഭ ഒന്നായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം കെഞ്ചി. അവര് സമ്മതിച്ചു. എറണാകുളം തിരുവതിക്ക് വേണ്ടി സമ്മതിച്ചതാണത്. അപ്പൊ എറണാകുളത്തേക്ക് സമ്മതിച്ചു കഴിഞ്ഞത് 1999 കഴിഞ്ഞ് 2000 ജൂലൈ 3 ചൊല്ലേണ്ട കുർബാന അദ്ദേഹം മരിക്കുന്നവരെ അദ്ദേഹത്തെ പീഡിപ്പിക്കുകയും ഇതിന് നേരത്തെയുള്ള തീരുമാനപ്രകാരമുള്ള കുർബാനയെ നടപ്പിലാക്കാൻ ശ്രമിച്ച ആലഞ്ചേരി പിതാവിനെ ഇവിടെ നിന്ന് ഭയപ്പെടുത്തി ഓടിപ്പിക്കുകയും ചെയ്ത പൈശാചിക നിലയമാണത്. ഇത് പുരോഹിത വർഗം ഒരുമിച്ച് കൂടി ചെയ്യുന്ന, കാൾ മാർക്സ് വന്നാൽ അത്ഭുതപ്പെടും. ഇത്രയും വലിയ വർഗ സമരം നടത്തുന്ന പുരോഹിത വർഗം അദ്ദേഹം ഞെട്ടും. ഇത്രയും ഒരു വൃത്തികെട്ട വർഗം ഉണ്ടല്ലോ, പുരോഹിതന്മാരിലെ വർഗശക്തി കാണിക്കുന്ന വൃത്തികെട്ട വർഗം. ജനങ്ങൾ ഞെട്ടും. കാൾ മാർക്സ് വന്നാൽ ഞെട്ടും. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള പൈശാചിക നിലയത്തിൽ വരുന്ന പുത്തൂർ എന്ന് വിളിക്കുന്ന ഒരു പിതാവ്, അദ്ദേഹത്തെ പിതാവ് എന്ന് വിളിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞാണ്, ഖണ്ഡിതമായ ഒരു തീരുമാനത്തിന്റെ സർക്കുലറാണ് തരേണ്ടതെന്ന്. അദ്ദേഹം തന്നതെന്താണ്? സർക്കുലറിന് മുകളിൽ എഴുതി അത് സമന്വയമാണ്, കാര്യങ്ങൾ നടന്നിട്ടില്ല, ഇങ്ങനെയൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു പിറവി തിരുനാൾ തുടങ്ങി അദ്ദേഹത്തിന്റെ മാർപ്പാപ്പ പറയുന്ന കുർബാന ചൊല്ലണം എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് അദ്ദേഹം ബസിലിക്കയിൽ അത് നടപ്പിലാക്കണ്ടേ? അദ്ദേഹത്തിന്റെ മുക്കിന് കീഴിലുള്ള ഒരു ബസിലിക്കയിൽ നടപ്പിലാക്കാതെ എന്തിനാണ്? ഈ കള്ളന്മാർക്ക് കൂട്ടുനിന്നുകൊണ്ട് ഈ 320 ഇടവകകളിലും ഈ മറ്റ് വൈദികർക്ക് സപ്പോർട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ കുർബാന ചെല്ലരുത് എന്നുള്ളതിന്റെ മെസ്സേജാണത്. നിങ്ങൾ യാതൊരു കാരണവശാലും കുർബാന ചെല്ലരുത്, അതിനുള്ള മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ബസിലിക്ക എന്ന് വിളിക്കുന്ന ഇടവകയിൽ രാത്രി ഇന്ന് കുർബാനയില്ല, പൂട്ടിയിട്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര വൈദികരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണല്ലോ നിലകൊള്ളുന്നത്. ദുഷ്ടരായ നമ്മൾ ഒരുമിച്ച് കൂടണം. മാർപ്പാപ്പയെ നമുക്ക് തോപ്പിക്കണം. ബസിലിക്കയിൽ ഞാൻ മാർപ്പാപ്പയെ തോപ്പിക്കും. ഏതായാലും ഔദ്യോഗിക വിഭാഗത്തിന്റെ പ്രതിഷേധം തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ നവമി